പുനർജനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടപ്പെട്ട അഴിമതിയുടെ കാര്യങ്ങൾ 1. 2. ലക്ഷ്യയിൽ നടത്തുന്ന ഈ ആഡംബര സംവിധാനത്തിൽ നിങ്ങൾ പിരിച്ച പണം ആ പാവങ്ങൾക്ക് കൊടുക്കൂ. നിങ്ങൾ ആ നേതൃ ക്യാമ്പ് നടത്തുന്ന സ്ഥലത്ത് ഒഴുകിപ്പോയ മനുഷ്യരുണ്ട്, ബന്ധുക്കൾ ഒഴുകിപ്പോയ മനുഷ്യരുണ്ട്, വീട് ഒഴുകിപ്പോയ മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി പിരിച്ച പണത്തിൻ്റെ തുക എവിടെ, ആ വീടെവിടെ, അതും കൂടി പറയൂ. രണ്ടും കൂടി പെട്ടെന്നൊന്ന് പറയൂ. ഞാൻ കെ എൽ കുമാറിലേക്കൊന്ന് പോകാം. അതെ, അത് പറയാം. നോക്കൂ, ഈ പിരിച്ച പണം സംബന്ധിച്ച് ഒരു പ്രതിസന്ധിക്കും വകയില്ല. അതെല്ലാം വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി അതിൻ്റെ കണക്കുകൾ വരികയും ആ സാധു ജനങ്ങൾക്ക്, അത് നഷ്ടപ്പെട്ടവർക്ക്, അഗതികൾക്ക് ആശ്വാസം നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ എതിര് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അതിൻ്റെ ഭംഗിയായിട്ട്, അതിൻ്റെ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് അല്ല എപ്പോൾ നടക്കും? ഈ ഇതിനേക്കാൾ ഗംഭീരമായി സ്റ്റാർ ഫെസിലിറ്റിയിൽ ടൗൺഷിപ്പ് ഇതാ സർക്കാർ പൂർത്തിയാക്കാൻ പോകുന്നു. നോക്കൂ, പൂർത്തിയാക്കാൻ പോകുന്നു. 1.5 വർഷമായില്ലേ? 1.5 വർഷം കഴിഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ തറക്കല്ല് പോലും ഇട്ടില്ലല്ലോ. അതെ, 1.5 വർഷമായില്ലേ? നിങ്ങൾ തറക്കല്ലിട്ടോ? നിങ്ങൾ തറക്കല്ലിട്ടോ? ഗവൺമെന്റിന്റെ ഭൂമി കണ്ടെത്തിയോ? ആ പണം എവിടെ? യൂത്ത് കോൺഗ്രസും KPCC ഒക്കെ പിരിച്ച പണം എവിടെ? ജനങ്ങൾ ജനങ്ങൾ തന്ന 780 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു 1.5 വർഷത്തിന് മുമ്പേ. അപ്പൊ നേരത്തെ തന്നെ ഇതിന്റെ നടപടിയെടുക്കാം. ഇനി എന്നാ വേറെ കാര്യം, അവിടെ ടൗൺഷിപ്പ് ആയെന്നേ. അവിടെ എത്ര വീടുകളുടെ വാർപ്പ് വരെ കഴിഞ്ഞു, റോഡ് ക്ലിയർ ആകുന്നു. നോക്കൂ, ഏതാണ്ട് സ്റ്റാർ ഫെസിലിറ്റിയിൽ ഒരു ടൗൺഷിപ്പ് ഏതെങ്കിലും നമ്മൾ കണ്ടതുപോലെ ഏതെങ്കിലും സ്കൂൾ വരാന്തയിൽ ടാർപ്പ ഷീറ്റ് കെട്ടി പുനരധിവസിപ്പിക്കാനല്ല. അവർക്ക് വേണ്ട എല്ലാം, പാർക്ക്, മറ്റ് കളിസ്ഥലങ്ങൾ, സ്കൂള്, മറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളും, റോഡ്, ഇതൊക്കെയുള്ള അവരുടെ അന്തരീക്ഷം പോലും പോയ ബന്ധുക്കൾ ഒഴിച്ച് അത് നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയില്ല. ശരി, പോയ ബന്ധുക്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അന്തരീക്ഷം വരെ സൃഷ്ടിച്ച് അവരെ സ്റ്റാർ ഫെസിലിറ്റിയിലാണ് ടൗൺഷിപ്പ്. അത് ടൗൺഷിപ്പ് ഏതാണ്ട് 75% പൂർത്തിയായി കഴിഞ്ഞു. ശരി, റജി അറിയുന്നില്ല, കോൺഗ്രസ് അറിയുന്നില്ല. ആ നേതൃ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറ.